തമിഴ്നാട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഇതൊരു ശിവക്ഷേത്രമാണ്. ഗംഗൈകൊണ്ട ചോളപുരം. ഇതെല്ലാം തന്നെ കല്ലിന് വാസ്തുവിദ്യയുടെ മകുടോദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ശിവൻ്റെ പ്രതിഷ്ഠയും ആ പ്രതിഷ്ഠയ്ക്ക് എതിരായിട്ടുള്ള ഒരു വലിയ നന്ദികേശൻ എല്ലാ സ്ഥലത്തും ഒറ്റ കല്ലിലാണ് പകർത്തിരിക്കുന്നത്. ചുറ്റും ഉള്ളത് നല്ല കല്ലിൽ 3 ആൾ പൊക്കത്തിലൊക്കെ പണിഞ്ഞിട്ടുള്ള കല്ലുകൊണ്ട് തീർത്തിട്ടുള്ള വലിയ ചുറ്റുമതിലും അതിനോട് ചുറ്റി നല്ല മനോഹരമായ പുൽത്തകിടികളും ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഗംഗൈകൊണ്ട ചോളപുരം എന്നാണ് പറയുന്നത്. ഇവിടെ ഒറ്റ കല്ലിൽ പാലകരായിട്ടൊക്കെ നിർത്തിയിട്ടുള്ള ചില പ്രതിഷ്ഠകൾ ഒക്കെ തന്നെ ഉണ്ട്. ഒരു വലിയ കൊടിമരം നമുക്കിവിടെ കാണാൻ പറ്റും. സ്വർണ്ണത്തിൽ പൊതിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് താഴിക കുടമൊക്കെ കാണാൻ പറ്റും. ചോള രാജാക്കന്മാരുടെ തലസ്ഥാനം നഗരി ആയിരുന്നു ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് പണിഞ്ഞിട്ടുള്ളതും അത് വാസ്തുവിദ്യക്ക് പോലെ തന്നെ ഇതിന് ചുറ്റുമായിട്ടുള്ള മനോഹരമായ പൂന്തോട്ടം എല്ലാവരെയും ഹഠാത് ആകർഷിക്കും. ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് ഇത്. ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന നല്ല വലിപ്പത്തിലുള്ള ഒരു നന്ദികേശൻ്റെ പ്രതിമയല്ല, കല്ലിൽ തീർത്ത നന്നായി കൊത്തുപണി ചെയ്തിട്ടുള്ള അതിൻ്റെ കാലും മറ്റുമൊക്കെ നമുക്ക് അതിൻ്റെ കുളമ്പൊക്കെ കൊത്തി വെച്ചിരിക്കുന്നത് മനോഹരമായിട്ട് കാണാൻ കഴിയും. അതുപോലെ ആ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഉയരത്തിലുള്ള കൊത്തുപണികളോട് കൂടിയ ശിലകളാൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിനുള്ളിലേക്ക് പടികൾ കയറിയാണ് പ്രവേശനം. വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയയിൽ നമുക്ക് കല്ലുകൊണ്ടുള്ള കോട്ടകൊത്തളങ്ങളൊക്കെ തന്നെ കാണാം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് കാണുന്ന നന്ദികേശൻ്റെ പ്രതിമ, അതുപോലെ മറുവശത്ത് തന്നെ